വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, FCRA നിയമം 2.0 അത് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കാൻ പോവുകയാണ്. ഈ പാർലമെന്റ് സെഷനിൽ അത് ബില്ല് പാസ്സാവും എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ അപ്രതീക്ഷിതമായിട്ട് ഒരു കോക്രോച്ച് ജനതാ പാർട്ടി പ്രതിഷേധം നമുക്ക് വന്ന് ചാടിയിട്ടുണ്ട്. അപ്പൊ അതിനെ നമുക്കൊന്ന് ഡിസ്മാൻഡിൽ ചെയ്ത് അതിനെ ഒന്ന് ഒതുക്കി അതിനെ ഒന്ന് ചാക്കി കെട്ടി ഒന്ന് സൈഡിലേക്ക് ആക്കണം. ഇപ്പൊ ഡിസ്മാൻഡിൽ ചെയ്യാനുള്ള വഴി തുടങ്ങിയിട്ടുണ്ട്. ഓരോ ദിവസവും ഓരോ പുതിയ പുതിയ വാർത്തകൾ വരുന്നു. NSA പ്രഖ്യാപിച്ചു, സോനം വാങ്ചുക്കിന്റെ സമരം അവസാനിച്ചു, ജന്തർ മന്ദറിൽ നിന്ന് മറ്റവൻ ചാടിപ്പോയി, അഭിജിത് ദീപ്കെ ചാടിപ്പോയി, അതിനകത്ത് തന്നെ ഫൈറ്റ് ഉണ്ടാകുന്നു, അങ്ങനെയുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ആളുകൾ കുറഞ്ഞു വരുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അപ്പൊ അതിനിടയിൽ പുറത്തു വന്നിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ FCRA എന്ന് പറയുന്ന ഈ നിയമം അതിനെ എതിർക്കുന്നവരെ ഈ CJP പ്രൊട്ടസ്റ്റിനെ ഫണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ട് ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. ഇത് പ്രധാനമായിട്ടും നമ്മുടെ റിപ്പബ്ലിക് TV ആണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. റിപ്പബ്ലിക് TV കൊണ്ടുവന്നു എന്നുള്ളത് കൊണ്ട് ഇത് സത്യമല്ലാതാകുന്നില്ല. ഇതിന്റെ വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഈ ക്രിസ്ത്യൻസ് ഫണ്ട് ചെയ്യുന്ന സൈറ്റുകളുണ്ട്. ആ സൈറ്റിനകത്ത് വാർത്തകളുണ്ട്. ഇന്ത്യൻ ക്രിസ്ത്യൻ ഇസ്ലാം ഗവൺമെന്റ് ക്രാക്ക് ഡൗൺ ഓൺ സ്റ്റുഡന്റ് പ്രൊട്ടസ്റ്റ്. ഈ നിരന്തരം ഇവർ ഈ വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ അടിക്കരുത്, തല്ലരുത്, കൊല്ലരുത്. ക്രിസ്ത്യൻ ലീഡേഴ്സ് ഹാവ് കണ്ടംഡ് എ ബ്രൂട്ടൽ ക്രാക്ക് ഡൗൺ ബൈ സെക്യൂരിറ്റി ഫോഴ്സസ് ഇൻ ഇന്ത്യസ് നാഷണൽ ക്യാപിറ്റൽ ന്യൂ ഡൽഹി ഓൺ തൗസൻഡ്സ് ഓഫ് സ്റ്റുഡൻസ് ഡിമാൻഡിംഗ് ബ്രോഡ് റിഫോർമേഷൻസ് ഇൻ ദ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു വാർത്ത പറയുന്നുണ്ട്. The protest is spearheaded by the social media-driven Cockroach Janata Party movement demanding the resignation of Federal Education Minister Dharmendra Pradhan, blah 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 എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. Public anger has been fueled further by the online marking of examination taken by nearly 2 million high school students. ഇവര് തന്നെ പറയുന്നുണ്ട്, അതിനകത്ത് ആൾക്കാർ വരുന്നുണ്ട്, ഭയങ്കരമാണ്, ഈ പ്രൊട്ടസ്റ്റ് രക്ഷയില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിലവിൽ the Republic TV has linked the Cockroach Janata Party protesters at Jantar Mandar to the Foreign Contribution Regulation Act. The channel alleged that opposition to tighter foreign fund rules motivates the unrest, claiming external or NGO-backed orchestration എന്നാണ് ഇവർ പ്രധാനമായിട്ടും പറയുന്നത്. അതായത് ഈ FCRA നിയമത്തിനോട് അത് വരണ്ട എന്ന് വിചാരിക്കുന്ന ആൾക്കാർ പോലും പറയുന്നത് ഇതിൽ വളരെ രസകരമായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഒരു വാർത്ത എടുത്ത ഓർമ്മയുണ്ടോ? ഇവർ ഈ 28-ാം തീയതി കഴിഞ്ഞ മാസം മോദി തൊലഞ്ഞു പോകണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചത്. അതിന്റെ വലിയ ഒരു ഇമ്പാക്റ്റ് ആണ് നമ്മുടെ രാജ്യത്ത് ഇപ്പൊ അലയടിക്കുന്നത്. വന്നിറങ്ങി, തീ ഇറങ്ങി, തീ ഇറങ്ങി, അത് ഇറങ്ങിയിരിക്കുകയാണ് എന്നാണ് അവർ ബേസിക്കലി പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കണ്ടില്ലേ രാജ്യത്ത് നടക്കുന്ന ഒരു ശക്തി, അതാണ് സംഭവം കേട്ടോ. പോരാത്തതിന് FCRA കണക്ഷൻ claims that stricter FCRA 2.0 regulations threatens foreign fund streaming. അതായത് ഈ FCRA ഗ്രൂപ്പുകളെ എതിർക്കുന്ന ആൾക്കാര്, FCRA ഈ നിയമത്തെ എതിർക്കുന്ന ആൾക്കാർ CJPക്ക് ഫോറിൻ ഫണ്ട് ചെയ്യുന്നു, വിദേശ ബാക്കി ഘടകങ്ങൾ ഫണ്ട് ചെയ്യുന്നു എന്നാണ് നിലവിൽ ഇപ്പോ ഈ നമ്മളെ റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതിൽ വേറെ രസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, മലയാളത്തിലെ പള്ളിയിലച്ചന്മാർ പല ആൾക്കാരും അവരുടെ പല ഇൻസ്റ്റാഗ്രാം വീഡിയോസ് ഞാൻ കണ്ടതാണ്. അവർ പറയുന്നത് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നാണ് ചോദിക്കുന്നത്. കാരണം ഇവന്മാർ ഈ CJPയെ പോയി സപ്പോർട്ട് ചെയ്യാനും രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ വളരെ സുഗമമായിട്ട് മുമ്പിലോട്ട് തന്നെയാണ് പോകുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഈ FCRA നിയമം നിങ്ങളെ ബാധിക്കില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത് പോയി സമരം ചെയ്യുന്നത്? എന്താണ് നിങ്ങളുടെ ആവശ്യം? ഇപ്പം FCRA നിയമം എന്താണ്? അത് കൊണ്ടുവരുന്ന ഫണ്ടിന് അക്കൗണ്ടബിലിറ്റി വേണം. ഇവർക്ക് അതിന് അക്കൗണ്ടബിലിറ്റി വേണ്ട. ഇവർക്ക് ധർമ്മേന്ദ്ര പ്രധാന് മാത്രം അക്കൗണ്ടബിലിറ്റി മതി. ഞങ്ങളുടെ ഫണ്ടിന് നിങ്ങൾ അക്കൗണ്ടബിലിറ്റി എടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. എടുക്കാൻ വന്നു കഴിഞ്ഞാൽ 28-ാം തീയതി ഞങ്ങൾ പ്രാർത്ഥിച്ചതിന്റെ ഫലം കണ്ടോ? തീ ഇറങ്ങിയിട്ടുണ്ട്. ഡൽഹി കണ്ടോ? മോദിക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയായി, ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയെന്ന് പറയുകയാണ്. എന്താണ് പ്രതികരണം? ഇത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. കാരണം ഈ നക്സൽ ഇന്ത്യയിൽ നിന്ന് മാർച്ച് 31 നക്സലിസം പൂർണ്ണമായി തകർത്തപ്പോൾ നമ്മൾ പറഞ്ഞു, ഇനി ഈ 0.5-നകത്തുള്ള ഒരു വലിയ വിഭാഗമുണ്ട് ഈ രാജ്യത്തിന് വലിയ പാര വെച്ചുകൊണ്ടിരിക്കുന്ന, വിഘടനവാദത്തിന് നമുക്ക് വിത്ത് പാകിക്കൊണ്ടിരിക്കുന്ന NGO-കളടങ്ങിയ ചില നവസഭക്കാരുണ്ട് എന്ന് നമ്മൾ അന്ന് പറഞ്ഞു. അവർക്ക് ഇനി പരസ്യമായിട്ട് ഇറങ്ങാതിരിക്കാൻ കഴിയില്ല. മാളത്തിലിരുന്ന് ഇനി അവർക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. കാരണം അവരുടെ കയ്യിലുള്ള സ്ട്രെങ്തുകളെല്ലാം പതുക്കെ പോയി തുടങ്ങുന്നു. ഇപ്പോൾ FCRA കൈവെക്കുമ്പോൾ അവർ പരസ്യമായിട്ട് തന്നെ ഇറങ്ങും എന്ന് നമ്മൾ പറയുകയുണ്ടായി. ഏതായാലും അത് നമ്മൾ ഇന്നലെയാണത് പറഞ്ഞത്, കഴിഞ്ഞ ദിവസമാണത് പറഞ്ഞത്. ഇന്നലെ നമ്മൾ പറഞ്ഞു 2 മെത്രാന്മാര് ഈ സമരത്തിന് നിങ്ങൾ പങ്കെടുക്കണമെന്ന് പറഞ്ഞിട്ട് സഭാവിശ്വാസികളെ ആഹ്വാനം ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു, 2 സഭകളുടെ മെത്രാന്മാര്. ഇന്നിപ്പോൾ ഇന്നലെ രാത്രിയോടുകൂടി നമ്മൾ കേൾക്കുന്ന വാർത്ത വലിയ രീതിയിൽ തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചില സഭകൾ അവിടെ എത്തിയിട്ടുണ്ട്, മെത്രാന്മാർ അവിടെ എത്തിയിട്ടുണ്ട്. അതായത് ഇവർ പബ്ലിക്കലി പറയുന്നത് ഞങ്ങൾ രാജ്യത്തിന്റെ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടാറില്ല എന്ന്, കാരണം ഞങ്ങളുടെ ജോലി പൗരോഹിത്യമാണ്,
ഞങ്ങൾ അങ്ങനെ പോകുന്നവരാണ് എന്ന് പറയുകയും കേരളം അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇവർ പരസ്യമായി ഇടപെടുകയും ചെയ്യുന്നു. ഇപ്പോൾ രാജ്യം തകർക്കാനുള്ള ഒരു കലാപത്തിന്റെ മുൻനിരയിലേക്ക് ഇവരാണ്. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്ന കാര്യം ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു. മുൻകാലങ്ങളിൽ ഇവർ നമ്മുടെ തീരദേശ മേഖലകളിൽ ശക്തി പ്രാപിക്കുകയും അവിടെ നടക്കുന്ന ചെറിയ വികസന പ്രവർത്തനങ്ങൾ പോലും തടയുകയും ചെയ്തിരുന്നു ഇത്തരം സംഘടനകളും NGOകളുമാണ്. ഇവരുടെ ലക്ഷ്യം മതപരിവർത്തനം എന്നുള്ളതല്ല, മതപരിവർത്തനത്തിലൂടെ ഒരു മതിൽ തീർക്കുക, അവിടെ ഈ വികസന പ്രവർത്തനത്തെ തടയിടുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ടീമുകൾ പരസ്യമായിട്ട് രംഗത്തിറങ്ങാതിരിക്കാൻ ഇവർക്ക് കഴിയില്ല. കാരണം ഇവർക്കുണ്ടായിരുന്ന ആക്സസുകൾ, കാരണം ഇവരുടെ കൂലിക്കാരായിരുന്ന ഈ ജിഹാദികൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഗ്രൂപ്പുകളുണ്ട്, ആ ഗ്രൂപ്പുകൾ ഒപ്പം തന്നെ ഈ പറയുന്ന നക്സൽ ഗ്രൂപ്പുകളൊക്കെ പോയി. അപ്പൊ പിന്നെ ഇനി ഇവർക്ക് തന്നെ നേരിട്ട് ഇറങ്ങാതിരിക്കാൻ നിർവാഹമില്ല. അതിന് ഇവർ കൂട്ടുപിടിക്കുന്നതും മതവാക്കുകൾ തന്നെയാണ്. ഈ ഫെബ്രുവരി 28 കഴിഞ്ഞ മാസം അങ്ങാണ്ട് 28 മോദിയെ താഴെ ഇറക്കാൻ വേണ്ടി ഒരു പ്രാർത്ഥനാ യോഗം നടത്തിയായിരുന്നു ഇന്ത്യ മുഴുവൻ. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടു, കണ്ടില്ല ദില്ലി തീമഴ പെയ്യുന്നത്. പക്ഷെ അത് വിട്ടുകൊടുക്കാൻ ഇസ്ലാം തയ്യാറല്ല. കഴിഞ്ഞ ദിവസം ഒരു ഇസ്ലാമിസ്റ്റ് ആയ ഒരു ചെറുപ്പക്കാരൻ പറയുന്നത് കേട്ട്, ഖുറാനിൽ പറയുന്നുണ്ട് ഇത് കണക്ക് ഇവരെ തകർക്കാൻ പാറ്റകൾ ഇറങ്ങുമെന്ന്, അതുകൊണ്ടാണ് ഞാനിത് വന്നതെന്ന് പറയുന്നുണ്ട്. മുമ്പ് നമ്മളിത് പറയുമ്പോൾ ആൾക്കാർ വിശ്വസിക്കത്തില്ല. മുമ്പ് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും മറ്റുമൊക്കെ ചെയ്യുമായിരുന്നു. ഈ സഭകൾ പ്രാർത്ഥിക്കാറുണ്ട്, ചില പള്ളികളിൽ സ്പെഷ്യൽ പ്രാർത്ഥനകൾ നടത്താറുണ്ട്. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ആരും വിശ്വസിക്കത്തില്ല. ഇപ്പൊ അത് ക്ലിയർ ആയിട്ട് വന്നു കഴിഞ്ഞിരിക്കുന്നു. യൂട്യൂബിൽ കൂടെ ഒക്കെ പറയുന്നത് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു, മോദി താഴെ പോവുകയാണ് എന്ന് എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുന്നു. കുഴപ്പമില്ല, സാരമില്ല. പക്ഷെ ഇപ്പൊ എന്തായാലും നിങ്ങൾ മറന്നേക്ക് പുറത്ത് വന്നതിൽ സന്തോഷമുണ്ട്. ഇല്ലെങ്കിൽ ഇത്രയും നാൾ ഞങ്ങളെ കണക്കുള്ളവർ പറയുമ്പോൾ ആൾക്കാർ അത് കുറച്ചുകൂടെ കാര്യമായി എടുത്തിരുന്നില്ല, വെറുതെ പറയുന്നതാണെന്നാണ് കരുതിയത്. പക്ഷെ ഇപ്പൊ എന്തായാലും വന്നപ്പോൾ പുറത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു, നിങ്ങൾ അതിൽ പങ്കെടുക്കുന്ന കാര്യങ്ങളും. ആ കലാപം അത് എന്തിനു വേണ്ടിയിട്ടുള്ള സമരമാണ്? നിങ്ങൾ അവിടെ എത്തിയത് എന്തിനാണ്? FCR, അതേ ഞാനതാണ് നേരത്തെ പറഞ്ഞത്. ഈ സമരത്തിന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. നീറ്റ് എന്നുള്ളത് വെറുതെ പറയുന്ന ഒരു കാര്യമാണ്. ഇവരുടെ ലക്ഷ്യങ്ങളൊന്നും FCR ബില്ല് നടപ്പാക്കരുത്, അതുപോലെ ആർട്ടിക്കിൾ 370 തിരിച്ചു കൊണ്ടുവരണം, CAA നടപ്പാക്കരുത്, അതോടൊപ്പം ഉമർ ഖാലിദിനെ പോലുള്ളവർക്ക് ജാമ്യം കൊടുക്കണം, അങ്ങനെ അനവധി കാര്യങ്ങളുണ്ട്. അപ്പൊ FCRന്റെ കാര്യം നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഇവർ വലിയ രീതിയിൽ ഫണ്ട് അമേരിക്കൻ ഏജൻസികൾ ഇത്തരം മതസംഘടനകൾ വഴി ഈ സമരത്തിന് ഫണ്ട് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം തന്നെ ഒരുപാട് നാഷണൽ മീഡിയാസ് കൊടുത്തിരുന്നു. അതിനെ സാധൂകരിക്കുന്ന രീതിയിലാണ് ഇവർ എത്തിയിരിക്കുന്നത്. ഇവരുടെ ഈ സൈറ്റുകളിൽ, ഇവരുടെ ഇപ്പൊ ധനുഷ് വായിച്ച കുറെ അവരുടെ സൈറ്റുകളിലൊക്കെ ഇതിനെ ഇവർ പ്രകീർത്തിച്ചുകൊണ്ടാണ് ഇടുന്നത്. അവർ പറയുന്നത് ഭയങ്കര ശക്തമായ സമരം, ഇപ്പൊ താഴെ പോവും, നാളെ ഇവിടത്തുള്ള പാസ്റ്റർമാരായിരിക്കും ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ, പിന്നെ നമ്മൾ പാൽപ്പൊടി ഒഴുക്കും, എന്തൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പം എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് കാരണം എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ നമ്മുടെ രാജ്യത്തെ മുസ്ലിം സമുദായത്തിന് ഇപ്പോൾ ഒരു അരക്ഷിതാവസ്ഥ വന്നു, ഇല്ലൊരു ബോധം വന്നു, ഏതാ ഞങ്ങൾ അരികു പറ്റി പോകുന്നുണ്ടല്ലോ എന്ന് വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ ഇടയിലുള്ള ഒരു ചെറിയ വിഭാഗം, ഈ പോപ്പുലർ ഫ്രണ്ടിനെ പോലുള്ള ചെറിയ വിഭാഗം കാണിച്ച കൊള്ളരുതായ്മ കൊണ്ടും വൃത്തികേട് കൊണ്ടുമാണ് അവരെ മുഴുവൻ ഒരു സംശയത്തിന് നിഴലിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ വന്നത്. അതേ സമാനമായ സംഭവം ഈ രാജ്യത്തെ ക്രിസ്ത്യൻ സമൂഹത്തിന് വരുമെന്ന് ഞാൻ മുമ്പേ പറഞ്ഞിരുന്നൊരു കാര്യമാണ്. കാരണം ഈ നവസഭക്കാരെ നിങ്ങൾ നിയന്ത്രിക്കേണ്ടത് നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശവപ്പെട്ടിയിലെ അവസാന ആണികള് ഈ കുഴിമാടത്തിലെ കല്ലറകൾ അടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ചില അച്ഛന്മാർ പറയുന്നത് നിങ്ങൾ എന്തിനാ അവിടെ പോകുന്നു എന്ന് ചോദിക്കുന്നത്. കാരണം സമരം നടത്തുന്നിടത്ത് അത് രാജ്യവിരുദ്ധ സമരമാണിത്. നീറ്റിനെതിരെ ഈ വിഷയത്തിൽ സമരം നടത്തണമെങ്കിൽ പള്ളികൾക്ക് വിചാരിച്ച സിമ്പിളായിട്ട് നടത്താൻ മേലെ, അവർക്ക് ശക്തിയില്ലേ, പലയിടത്തും ശക്തിയില്ലേ, അവർക്കൊരു പന്തൽ കെട്ടി സമരം ചെയ്യാം, പ്രകടനം നടത്താൻ പറ്റും. പക്ഷെ നേരെ മറിച്ച് പോലീസിനെ ആക്രമിക്കുകയും പാർലമെന്റ് മന്ദിരത്തിലേക്ക് കടന്നു കയറുക, ഇല്ലെങ്കിൽ ആ വഴിയിലുള്ള പൊതുമുതൽ നശിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് പിന്തുണയുമായിട്ട് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അത് നിങ്ങൾ വെള്ളക്കുപ്പായം അല്ലെങ്കിൽ ഏത് കുപ്പായം ഇട്ടാലും നിങ്ങളെ ആ ഒരു ഗണത്തിൽ തന്നെ പെടുത്താൻ കഴിയൂ. ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പാതിരിമാരല്ല. പാതിരിമാര് സമരത്തിന് നേതൃത്വം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളെ കാണേണ്ടത് ആ രീതിയിൽ തന്നെയാണ്. അല്ലാതെ അതിന്റെ ഒരു പ്രിവിലേജ്, ഇവിടെ എല്ലാവരും ഓരോ വേഷത്തിനും ഓരോ പ്രിവിലേജ് ചോദിക്കുന്നവരാണ്. കുട്ടികൾ ബസ്സിന് കല്ലെറിയുന്നു, പോലീസുകാരനെ തലതല്ലി പൊളിക്കുന്നു, ചോദിക്കുമ്പോൾ ജൻസി അല്ലേ എന്ന് പറയുന്നു. ഇവിടെ വഴിയെ കൂടെ പോകുന്നവന്റെയും പ്രധാനമന്ത്രിയുടെയും ഇല്ല മറ്റുള്ളവരുടെയും തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്നു, തെറി വിളിക്കുന്നു, ചോദിക്കുമ്പോൾ പറയുന്നു അഭിപ്രായ സ്വാതന്ത്ര്യമല്ലേ എന്ന് പറയുന്നു. മെത്രാന്മാര് ഇതിനൊക്കെയുള്ള സമരത്തിന് തീവായിരുന്നു, ചോദിക്കുമ്പോൾ പറയുന്നു മെത്രാന്മാരല്ലേ എന്ന് പറയുന്നു. ഇവർക്കൊക്കെ എന്ത് പ്രിവിലേജ് ഈ രാജ്യത്തുള്ളത്? എല്ലാവർക്കും ഒരു പ്രിവിലേജേ ഉള്ളൂ, എല്ലാവർക്കും ഒരു നിയമമേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ അവർ മറന്നേക്ക് പുറത്തു വന്നിരിക്കുന്നു. അവരുടെ ചിത്രം ഇപ്പോൾ കൃത്യമായി പുറത്തു വന്നിട്ടുണ്ട്. ഇവരെന്തിനു വേണ്ടിയിട്ടാണ് ഈ രാജ്യത്ത് നിലകൊള്ളുന്നത്? ഈ രാജ്യത്തെ സ്നേഹിക്കാനോ സേവിക്കാനോ അല്ല. ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ ഈ രാജ്യത്തെ വിഘടന പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുകയും അസ്ഥിരപ്പെടുത്തുകയാണ്. അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് ഇതിനെ അസ്ഥിരപ്പെടുത്തി നിർത്തുക, മോദിയെ ഇല്ലെങ്കിൽ ഈ സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുക. കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് ഇവരാരെങ്കിലും എന്തെങ്കിലും സമരത്തിന് ഇറങ്ങി പുറപ്പെട്ടത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. കാരണം അവർക്ക് ഇവിടെ എല്ലാ തേരോട്ടത്തിലും അവർ വഴിയൊരുക്കി കൊടുത്തിരുന്നു. ഇന്ന് അവർക്ക് വരുന്ന ഫണ്ടുകളിൽ കൈവെക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ്
ഇത് ചോദിക്കരുത്, ഞങ്ങൾ വരുന്ന കണക്ക്, ആ ഫണ്ട് എവിടെ പോകും, ഞങ്ങൾ നക്സലിന് കൊടുക്കും, ജിഹാദികൾ കൊടുക്കും, നീ ആരാ ചോദിക്കാനെന്നുള്ള ഒരു മെത്തേഡിലേക്ക് ഇവർ പോകുമ്പോഴാണ് ഈ സമരത്തിന്റെ ഏറ്റവും വലിയ ബാക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NGO ഫണ്ടുകളാണ്. ഈ FCRI വരുന്ന ഫണ്ടുകൾ ഈ സമരത്തിൽ വലിയ പ്രാധാന്യം ഇതിൽ കൊടുക്കുന്നുണ്ട്. ഈ പന്നുമൊക്കെ 10 കോടി രൂപ കൊണ്ട് കൊടുക്കുന്നത് ബാഗിൽ കൊണ്ട് കൊടുക്കുന്ന ആയിരിക്കത്തില്ലല്ലോ, ഏതെങ്കിലും ഒക്കെ ഒരു NGO വഴി ആയിരിക്കുമല്ലോ ഇത് എത്തിയിരിക്കുന്നത്. ഈ എന്തായാലും മെത്രാന്മാർ പോയതിന് നിശിതമായി തന്നെ നമുക്ക് വിമർശിക്കാതിരിക്കാൻ കഴിയില്ല, അവരെ അങ്ങനെ കാണാനും കഴിയില്ല. അവര് വൈദികർ എന്നുള്ള പേരിൽ അവർ കാണിച്ചു കൂട്ടുന്നത് ഈ രാജ്യം തകർക്കാനുള്ള ഒരു കലാപത്തിന് എരുതി പകരുകയാണ്. അതുകൊണ്ട് അംഗീകരിക്കാൻ കഴിയില്ല. ഇത് സഭാ നേതൃത്വം തന്നെ ഇടപെട്ടിട്ട് ഇതിലൊരു ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ടതാണ്. ഇല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നൊരു കാര്യം, ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ള നിരപരാധികളായ പാവപ്പെട്ട ആയിരക്കണക്കിന് വരുന്ന സഭാവിശ്വാസികൾ ഒരു സംശയ കരുനിഴലിൽ നിൽക്കേണ്ടി വരും. ഈ മുസ്ലിം സമുദായത്തിന് സംഭവിച്ചത് അത് തന്നെയാണ്. ഈ കുറച്ചു പേരുടെ കൊള്ളരുതാഴികയാണ് ഒരുപാട് പേരിലേക്ക് അത് എത്തിയത്. അതുണ്ടാകാതെ നോക്കേണ്ടത് സഭാ നേതൃത്വത്തിന്റെ ഒരു ഇതാണ്. കാരണം ഇങ്ങനെയുള്ളവരെ നിങ്ങൾക്ക് തള്ളിപ്പറയാം, അതല്ല ഇവരെ സ്വാഗതം ചെയ്യണം, അങ്ങനെയും ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ ഇവരെ ഞങ്ങൾക്ക് എതിർക്കാനേ കഴിയൂ, ഞങ്ങൾ എതിർത്തുകൊണ്ടേയിരിക്കും, ഞങ്ങൾ പരസ്യമായി പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇരവാദവുമായി നിങ്ങൾ വരരുത്. മുമ്പ് ഇരവാദം പറഞ്ഞവർക്ക് ഇന്ന് ഇരവാദം പോലും പറയാൻ കഴിയാത്ത സാഹചര്യമാണ്. ഒരു കമന്റോ പോസ്റ്റോ പോലും അവർക്ക് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു പിന്തുണയും ഇല്ല അവർക്ക്. ഇപ്പോഴത് കേരളത്തിലെ ചില മെത്രാന്മാർക്ക് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അവരെന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയയിൽ ഇട്ട് താഴെ വന്നിട്ട് കാണും. ഞാൻ അതിശയിച്ചു പോയിട്ടുണ്ട്, ഒരു പുരോഹിതനല്ലേ. അപ്പൊ ആ രീതിയിലേക്ക് മാറരുത്. അതുകൊണ്ട് സഭാ വിശ്വാസികളും പുരോഹിതന്മാരും ഒക്കെ എന്താണ് നിങ്ങളുടെ സ്റ്റാൻഡ് എന്നുള്ളത് ക്ലിയർ ചെയ്യണം. ക്ലിയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വലിയ തെറ്റിദ്ധാരണ വരും. കാരണം ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയുടെ കാലമാണ്, മൊബൈലുകളുടെ കാലമാണ്. ഇത് പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെടും. കാരണം ഇത് നവസഭക്കാരാണെന്നാണ് എന്റെ വിശ്വാസം. അതായത് രജിസ്റ്റേർഡ് ആയിട്ടുള്ള, ഇന്ത്യ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ലീഡിംഗ് ആയിട്ടുള്ള ക്രിസ്തീയ സഭകളൊന്നും ഇതിൽ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കറിയില്ല. ഞാനിതിൽ കുറച്ച് പെന്തക്കോസ് സഭകളാണ് ഇതിൽ പങ്കെടുത്തിട്ടുള്ളതാണ് അറിയാൻ കഴിയും ചില വാർത്തകളിൽ നിന്ന്. അത് ഏതൊക്കെ സഭകളാണ് എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും നമുക്ക്.